Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കുക? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് എവിടെ വരെ എടുത്ത് നിർത്തിയത്? പ്രൊമോഷൻ അതിന്റെ ട്രാൻസ്ഫർ എവിടെ വരെ എടുത്ത് നിർത്തിയല്ലേ? അതൊരു പറഞ്ഞായിരുന്നു പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞില്ലേ ലാസ്റ്റ് ടൈമില് ഇവരെയല്ലേ എടുത്ത് നിർത്തിയത്? ഇപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാവുന്നത് ലീഡിംഗ് ഡയറക്റ്റിംഗ്. അതായത് നമ്മള് ഫങ്ഷൻസ് ആണ് തുടങ്ങിയത്. അതിൽ നമ്മൾ എന്താണ് ആദ്യം തന്നെ പ്ലാനിങ് തുടങ്ങി, പ്ലാനിങ് സ്റ്റാഫിങ് എന്താണ് തേർഡ് ഉണ്ട് ഡയറക്റ്റിംഗിലേക്ക് എടുത്തത്. അവിടെ എന്താണ് ഓർഗനൈസിങ്, പ്ലാനിങ് സ്റ്റാഫിങ് ഓർഗനൈസിങ് കഴിഞ്ഞിട്ട് ഡയറക്റ്റിംഗ്. എന്താണ് പ്രധാനമായിട്ട് രീതിയിൽ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, ഡയറക്റ്റിംഗ് ഓർ ലീഡിങ്. അല്ലേ? അപ്പൊ നിങ്ങൾ അത് പഠിക്കുമ്പോൾ നമ്പറുകളൊക്കെ നിർത്തി പഠിച്ചേക്കുക, അല്ലെങ്കിൽ അതിലെ കൺഫ്യൂഷൻ വരണ്ട. അതെന്താ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അറിയാം എന്താണ് പ്ലാനിങ് തുടങ്ങിയിട്ടാണ് നമ്മുടെ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ശരി. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് നമ്മൾ കണ്ടു പ്ലാനിങ്, ഓർഗനൈസിങ് കഴിഞ്ഞു, സ്റ്റാഫിങ് കഴിഞ്ഞു, പിന്നെ ഡയറക്റ്റിംഗ് ആൻഡ് ഫോർ ലീഡിംഗ് ആണ് ഉള്ളത്. ലാസ്റ്റ് വണ്ണാണ് കൺട്രോൾ. ഇപ്പൊ മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതില് പ്ലാനിങ്ങും ഓർഗനൈസിങ് സ്റ്റാഫിങ്ങും കഴിഞ്ഞു, ഡയറക്റ്റിംഗ് ഓർ ലീഡിംഗ് കൺട്രോൾ. ഓക്കെ അല്ലേ? അതനുസരിച്ചിട്ട് അതില് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോയത്. ലീഡിംഗ് ഓർ ഡയറക്റ്റിംഗ്. അപ്പൊ നമുക്കറിയാം ഒരു നല്ല കൃത്യമായിട്ടുള്ള അടുക്കച്ചിട്ടയുമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഓർഗനൈസേഷനെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. ഏത് വിശിഷ്ടമാണെന്ന് സ്വന്തമായിട്ടുള്ള ഒരു രീതി അവിടെ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ആസൂത്രണം ചെയ്യുന്നുണ്ട്. അവിടെയുള്ള എംപ്ലോയീസിനെ സ്റ്റാഫിനെ എല്ലാം കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിയമനങ്ങളൊക്കെ നടത്തുന്നു. അതനുസരിച്ചുള്ള ചട്ടക്കൂട് അനുസരിച്ചിട്ടാണ് അവിടെ ഫോളോ ചെയ്തത്. അവിടെ എന്താണ് അവർ നമ്മളൊക്കെ ഒരു സ്പാൻ ഓഫ് കൺട്രോൾ ഒക്കെ ഉണ്ടാവുന്ന നിർദ്ദിഷ്ടമായ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവിടെ അധികാരികൾ ഉണ്ടാവുന്നു. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ അവിടെയുള്ളവരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനൊക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാറുണ്ട് ലീഡിംഗ് ഓർ ഡയറക്റ്റിംഗ്. This is influencing people so that they will contribute to the organization and goals in an effective manner. അതായത് നമ്മുടെ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? അദ്ദേഹമായിരിക്കും നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ? അങ്ങനെയുള്ളവരെയാണ് ലീഡർ പൊസിഷനിലേക്ക് ആക്കാം അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ പ്രധാനമായിട്ട് പറയുന്നത്. ഇൻഫ്ലുവൻസിങ് പീപ്പിൾ, ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന, അവരായിട്ട് നല്ല രീതിയിലേക്ക് നയിക്കുന്ന ഒരാൾ അല്ലെ? So that they will contribute to organization and to goals in an effective manner. അദ്ദേഹം ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് സംഭാവന നടത്തുന്നുണ്ട്. അതായത് ആ ഗോള് അല്ലെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എഫക്റ്റീവായ മാനറിൽ, അതായത് കാര്യക്ഷമമായ രീതിയിൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇതിനു വേണ്ടിയിട്ട് പല രീതിയിൽ പല സംഭാവനകളും അദ്ദേഹം ലഭ്യമാക്കുന്നുണ്ട്. അദ്ദേഹമായിരിക്കും അല്ലെ ലീഡറായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. Directing is influencing people behavior from motivation, communication, group dynamics, leadership and discipline. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എല്ലാവരും ഒരുപാട് വർക്കേഴ്സ് മിക്കവാറും വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ചില വർക്കേഴ്സിനൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും അറിയാൻ പാടില്ലാത്ത അവർക്ക് ചില ഡൗട്ടുകളൊക്കെ അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് പരസ്പരം ഒരു ആശയവിനിമയം നടത്തി എല്ലാവരെയും നന്നായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ച് അങ്ങനെ ഒരു ചലനാത്മകമായ രീതിയിൽ ഒരു അച്ചടക്കത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ
ആ ഒരു ബിസിനസ് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ ഡയറക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഒരു നിയന്ത്രണം വഹിക്കുക അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു പോയിന്റിലേക്ക് ലക്ഷ്യമിട്ട് പോകുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ എല്ലാവരെയും നല്ല രീതിയിൽ ആശുപത്രിയെ നടത്തണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡോക്ടറിലൊക്കെ ക്ലിയർ ചെയ്തിട്ട് അത് പേരിയർ ചെയ്ത് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അതിനുള്ള ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് നല്ല രീതിയിൽ അച്ചടക്കത്തോട് കൂടിയിട്ട് പോകുകയെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തതിലല്ല നല്ല അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ക്രമാനുസൃതമായിട്ട് തന്നെ ലക്ഷ്യം നേടിയെടുക്കാൻ അത് ചാൻസിലേക്ക് എത്തിക്കാൻ. അപ്പൊ ഡയറക്റ്റിംഗ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡയറക്റ്റിംഗിൽ നമ്മൾ ഉണ്ടാവുന്നത്? ഗിവിംഗ് ഓർഡേഴ്സ്, ടേക്കിംഗ് സൂപ്പർവിഷൻ, ലീഡിങ്, മോട്ടിവേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് പറയുന്നത്. ലീഡർ ആയതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം. നിങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ആൾക്കാരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരോട് ചോദിച്ചിട്ട് ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് അല്ലെ ഒരു സൂപ്പർവിഷനും കൂടി ചാർജൊക്കെ എടുത്തിരിക്കും. സോ ആദ്യം തന്നെ ഓർഡർ കൊടുക്കുന്നു. അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ സൂപ്പർവൈസേഴ്സിനൊക്കെ ഏൽപ്പിക്കുന്നു. അവർക്കൊക്കെ എല്ലാത്തിനും സൂപ്പർവൈസറിനോ വീട്ടിലോ അല്ലെങ്കിൽ അവിടെയുള്ള സൂപ്പർവൈസറിന്റെ കീഴിലുള്ള വ്യക്തികൾക്കും ഒത്തൊരുമിച്ച് പോകാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ അതിനെന്താണ് പ്രോബ്ലംസ് അതെല്ലാം വൈദ്യുതിച്ച് മുന്നോട്ട് നയിക്കാനായിട്ട് ലീഡിങ് പവർ അദ്ദേഹത്തിനുണ്ടായിരിക്കും. എല്ലാവരെയും നല്ല രീതിയിൽ പ്രചോദിപ്പിച്ച് മോട്ടിവേഷൻ നടത്താനായിട്ടുള്ള പവർ ഉണ്ടാകും. നല്ല എഫക്റ്റീവായിട്ട് എല്ലാവരോടും ആശയവിനിമയം നടത്താനായിട്ട് അദ്ദേഹത്തിന് കഴിവുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്താലായിരിക്കും ഡയറക്ടർ പൊസിഷനിലുള്ള അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉള്ള വ്യക്തികളായിരിക്കും കൈകാര്യം ചെയ്തത്. ഒക്കെയാണോ ലീഡിങ് എന്താണെന്നുള്ളത്? ലീഡിങ് ഓർ ഡയറക്റ്റിംഗ് എന്താണെന്നുള്ളത് ഒക്കെയാണോ? ണോ അല്ലെങ്കിൽ ലീഡിങ് ആൻഡ് ഡയറക്റ്റിംഗിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒക്കെയാണോ? ഇതിലെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. പീപ്പിൾസ് ബിഹേവിയർ ത്രൂ മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഡൈനാമിക് ലീഡർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ. ഇതെല്ലാം തന്നെ പീപ്പിളെ ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് ലീഡറായി. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് കൺട്രോളിങ്? ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് അല്ലെ. കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ദിസ് ഇസ് ദ മെഷറിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സബോർഡിനേറ്റ്സ് in order to ensure that the events conform to the plans. Okay, അതായത് നമുക്കറിയാം ഏതൊക്കെയും ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളോട് കൂടിയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് തീർച്ചയായിട്ടും എന്താണ് അത് ഏത് ഉദ്യോഗസ്ഥരെ കൊണ്ട് അതായത് സബോർഡിനേറ്റ്സിനെ കൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകാനായിരിക്കും പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു ജോലി ആ ജോലി ഇന്ന സമയം കൊണ്ട് നിങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ആയിരിക്കും ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും അല്ലെ. അവരത് ആ ടാർഗറ്റ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വർക്കുകൾ അല്ലെ ഉദ്ദേശിച്ച രീതിയിൽ എത്തുന്നുണ്ടോ എന്ന് മെഷർമെന്റ് ചെയ്യും അല്ലെ. ഒരു കണക്കുകൂട്ടൽ നടത്തും. അതായത് മെഷർമെന്റിൽ എത്തിച്ചേരുമ്പോഴാണ് ഓക്കെ ഇല്ല മെഷർമെന്റ് നോക്കുമ്പോൾ ഒക്കെ ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ എന്താണ് അവിടെ ഒരു കറക്ഷൻ നടപടികളിലേക്ക് കിടക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നോക്കാം. ദിസ് ഈസ് എ മെഷറിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സബോർഡിനേറ്റ് ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് ഈവൻസ് കൺഫോം ടു ദ പ്ലാൻ. പ്ലാൻ അനുസരിച്ചിട്ട് ഈവന്റുകൾ അല്ലെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യം നേടാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ പറ്റുന്നുണ്ടെങ്കിലും ഓക്കെ പറ്റുന്നില്ല എങ്കിൽ എന്താണ് സബോർഡിനേറ്റിനെ കൊണ്ട് അവരെന്താണ് കുറച്ച് കാര്യങ്ങൾ കൂടി കറക്ഷൻ നടപടികളിലേക്കൊക്കെ ഏർപ്പെടുത്തി അവരൊന്നുകൂടിയും അവരുടെ ആക്ടിവിറ്റികളൊക്കെ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കും. ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരാണ് കൺട്രോളിംഗ് പവർ വ്യക്തികളാണ് കൈകാര്യം ചെയ്യുന്നത്. The above activities need to be backed up by a process of a coordination by the manager or administrator at all levels. നമുക്കറിയാം പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളുണ്ട് അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഒരു വലിയ കമ്പനി ആണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പല വ്യക്തികളായിരിക്കും നിർവഹിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പല വ്യക്തികളൊക്കെ നിർവഹിച്ചിട്ട് ഒന്നിച്ചായിരിക്കും നമുക്ക് അതിന്റെ ബന്ധം കൊണ്ടുവരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ എടുത്ത് നോക്കിയാൽ തന്നെ
റിസപ്ഷനിസ്റ്റ് ആയിരിക്കും നമ്മളുടെ പേഷ്യൻസിനെ അല്ലെ അവരെ റിസീവ് ചെയ്തത്. അതിന്റെ പരിചരണങ്ങളെല്ലാം ഡോക്ടേഴ്സിൽ നിന്നുള്ള പരിചരണങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള സ്റ്റാഫുകളെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നു. ഡോക്ടേഴ്സ് അവരുടെ ശുശ്രൂഷ കാര്യങ്ങൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്കറിയാം ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെ കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് ഉദ്ദേശിച്ച പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കേസ് ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം റോ മെറ്റീരിയൽസ് അത് ഉത്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം. അതൊരു പ്രോസസ്സിംഗ് നടക്കണം. സെമി ഫിനിഷ് ഗുഡ്സ് ആക്കി ഫിനിഷ് ഗുഡ്സ് ആക്കി പാക്കേജിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നു അല്ലെ. എങ്കിൽ മാത്രമാണ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. So all the above activities need to be backed up the process of coordination by the manager administrator at all levels. Okay, ഓരോ പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ജോലി അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടാകും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാനേജേഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓൾ ലെവലിൽ കൈകാര്യം ചെയ്യുന്നു. Controlling is the process of checking whether or not the proper progress is being made towards the objectives and the goals and acting if necessary to correct any deviation. Okay, അറിയുന്ന ആ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കൺട്രോളിംഗ് എന്നുള്ള ആ ഒരു മെഷീൻ എങ്ങനെയാണ് നിർവഹിച്ചിരിക്കുന്നത് നോക്കാം. അദ്ദേഹം പറയുന്നത് controlling is the process of checking whether or not the proper progress is being made towards the objectives. ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോൾ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും അവരെ കൊണ്ട് ഓരോ പ്രോസസ്സ് ചെയ്യിപ്പിച്ചിരിക്കും. ഓരോ തൊഴിലാളികളെ കൊണ്ട് ഓരോ പ്രോസസ്സ് ചെയ്യിപ്പിച്ചിരിക്കും. ആ പ്രോസസ്സുകളൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, വിചാരിച്ച രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. Then and goals and acting is necessary. Okay, ആ ഒരു ആക്ട് ശരിയായ രീതിയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തുക. ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യാം, കറക്റ്റ് എനി ഡീവിയേഷൻസ്. അപ്പൊ ശരിയല്ല എങ്കിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ ഡീവിയേഷൻസ് ഒക്കെ വരുത്തി അത് കറക്റ്റ് ചെയ്യിപ്പിക്കും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വിശേഷിച്ചെന്ന് മനസ്സിലായോ? Controlling is the process of checking whether or not proper progress is being made towards objectives. Correct ആയിട്ടുള്ള ഒരു പുരോഗതിയാണോ അവരുടെ പ്രവർത്തനത്തിലുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. Then acting if necessary. In case എന്തെങ്കിലും ആക്ഷൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നടപ്പാക്കുന്നു. To correct any deviations. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? കൺട്രോളിംഗ് എന്താണുള്ളത്? ഒരു എലമെന്റ്സ് കൂടി പറയുമ്പോൾ ഇത് കുറച്ചുകൂടി മനസ്സിലാവും. സ്റ്റെപ്സ് ഓഫ് കൺട്രോളിംഗ് നോക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പെർഫോമൻസ് ആൻഡ് മെഷറിംഗ് പെർഫോമൻസ്. അതായത് നമ്മളൊരു ജോലി അല്ലെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ആണെങ്കിൽ തന്നെ ഇത്രയും പേഷ്യൻസിന് ഒരു സ്റ്റാഫ് അത് പരിശീലനം നടത്തണമെന്നുള്ളതായിരിക്കും. ഓക്കെ, അതല്ലെങ്കിലും ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആയിരിക്കാം. ഓക്കെ, അവര് കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ഇത്രയും പേർക്ക് ഇത്രയും ഫീസ് അല്ലെങ്കിൽ ഇത്രയും ഫീസ് അതുള്ളത് കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. അതാണ് ഫസ്റ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പെർഫോമൻസ് ആൻഡ് മെഷറിംഗ് പെർഫോമൻസ്. ഓക്കെ, അവരുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അവിടെ കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് മെഷർ ചെയ്യും. ഓക്കെ, ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെ ആ പെർഫോമൻസ് ആ നഴ്സിന് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെ, ഒരു 4 പേഷ്യൻസിന് കൃത്യമായിട്ട് രാത്രി വൈകുന്നേരം വരെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ഓപ്ഷനാണ് ആ ഒരു നഴ്സിനെ താമസിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മെഷർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പെർഫോമൻസ് ആൻഡ് മെഷറിംഗ് പെർഫോമൻസ്. The next step, correcting deviations from standards. Okay, അതായത് ഈ ഡീവിയേഷൻസ് എന്തെങ്കിലും ഈ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ നമ്മൾ കറക്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ ഈ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം എന്താണ് ആദ്യം തന്നെ വേണ്ടത്. അവിടെ ആക്ച്വൽ റിസൾട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ട് അല്ലെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അവിടെ കമ്പയറിംഗ് ദ ആക്ച്വൽ റിസൾട്ട് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ആക്ച്വലി മനസ്സിലാക്കുക ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ കുട്ടി ഏൽപ്പിക്കുന്നു. അത് മെഷർ ചെയ്ത് നോക്കുന്നു. പറയുന്നതനുസരിച്ചിട്ട് തന്നെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയൊന്ന് മെഷർ ചെയ്യുന്നു.
ഞാൻ എന്തുകൊണ്ട് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ, ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല അല്ലെ, അതിന്റെ ഒരു കമ്പാരിസൺ അതിനനുസരിച്ചുള്ള നടപടികളാണ് എടുക്കുന്നത് കൺട്രോളിംഗ് പ്രോസസ്. കൺട്രോളിംഗ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയറായോ? കൺട്രോളിംഗ് എന്താ വരുന്നത്? ക്ലിയറായോ? ഓക്കെ, ഇപ്പൊ കൺട്രോളിംഗ് നടപടികളിലേക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മറ്റ് പെർഫോമൻസുകളെ നോക്കുന്നു, അവ തമ്മിലുള്ള ഡീവിയേഷൻസ് ഉണ്ട് എങ്ങനെയാണ് അവിടെ കൺട്രോളിംഗ് പ്രോസസ് നടപ്പാക്കേണ്ടതായിട്ട് വരുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും എററുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കുറവായതുകൊണ്ടായിരിക്കാം അവർക്ക് മറ്റു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്ത, ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അതല്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ, അവര് ചിലപ്പോൾ കെയർലെസ് ആയിട്ടായിരിക്കും അവർക്ക് ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എത്താൻ പറ്റാത്തത്. അപ്പൊ അതനുസരിച്ചുള്ള പണിഷ്മെന്റ് നടപടികളിലേക്ക് അവർ സ്വീകരിക്കും. ഓക്കെ, ചിലപ്പോൾ ചില കാര്യങ്ങളായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതകളുടെ പുറമായിട്ടായിരിക്കും. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അത് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ റോ മെറ്റീരിയൽസ് മതിയായ സമയത്ത് എത്തിപ്പെടാത്തതായിരിക്കും. സോ അങ്ങനെയെങ്കിൽ റോ മെറ്റീരിയൽസ് എത്തിക്കുന്നതിലേക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ വ്യക്തിയുടെ ആ ഒരു പ്രവർത്തനം സ്പീഡിൽ ചെയ്യാൻ പറ്റാത്ത കഴിവുകൊണ്ടായിരിക്കാം ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്തെങ്കിലും അങ്ങനെ കൊടുക്കാം. അതെല്ലാം അവരെ കേരളത്തിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ്? കൺട്രോളിങ്ങിലാണ്. അപ്പൊ ആ ഒരു സ്റ്റെപ്പുകൾ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുക. കൺട്രോളിംഗ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കൺട്രോളിംഗ് ഈസ് ഒരു പ്രോസസ്സാണ്. ചെക്കിംഗ് വെദർ ഓർ നോട്ട് പ്രോപ്പർ പ്രോഗ്രസ് being made towards the objectives and goals and acting if necessary to correct any deviations. Okay, ആ steps കൂടെ നോട്ട് ചെയ്തിരിക്കുക. Okay, just write നോക്കാം. Next നോക്കാം, ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞു അല്ലേ? നോക്കുന്നുണ്ടാവും ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് എന്ന് പറയുന്നത് ഇതാണ് ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട്. നോക്കാം, പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരുടെ പ്രവർത്തനങ്ങളിലൊന്നാണ് പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ. അവിടെ നിയമനിർമ്മാണ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നു. പ്ലാനിങ് ഓഫ് ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ അല്ലെ, മൊത്തത്തില് ഹോസ്പിറ്റലിന്റെ സിസ്റ്റം പ്ലാൻ ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നു. ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസികൾ. ഓക്കെ, നമുക്കറിയാം അല്ലെ, രാജ്യത്തിന് അപ്പുറമുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള നിയമങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. റെഗുലേഷൻസ് ഫോർ ദ ഓപ്പറേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, അതായത് നിയമ നടപടികളൊക്കെ അല്ലെ, ഹോസ്പിറ്റലിലേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആർക്കിടെക്ചറൽ കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, നമുക്കറിയാം ഇപ്പം നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡുകൾ എല്ലാ കാര്യത്തിലുള്ള ആർക്കിടെക്ചറൽ ആയിട്ടുള്ള കൺട്രോളിംഗ് സ്റ്റാൻഡേർഡുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ അപ്പൊ അതിന് പ്രധാനമായിട്ടും
നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ ചെയ്യുന്നത്. നിയമപരമായിട്ടുള്ള വശങ്ങളാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ആൻഡ് ഓഫ് സോഷ്യൽ അസിസ്റ്റൻസ് പ്രൊവിഷൻസ് ബൈ ദ അതോറിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ് വെദർ ദേ ആർ ബി ലോക്കൽ ഓർ റീജിയണൽ എന്താണ് പബ്ലിക് ഓർ പ്രൈവറ്റ്. ഇതുള്ള കേസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആവാം, പബ്ലിക് ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു റീജിയണൽ ഹോസ്പിറ്റലൊക്കെ ആവാം, പബ്ലിക് ഹോസ്പിറ്റലൊക്കെ ആവാം. അപ്പൊ അവർക്ക് സോഷ്യലായിട്ടുള്ള സപ്പോർട്ടൻസ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രൊവിഷൻ നടപടികളൊക്കെ എടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ മറ്റു ഇതിന് മേലുള്ള ഹോസ്പിറ്റലിലെ ഒരു നിയന്ത്രണത്തിനുള്ള നമുക്കറിയാം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ കീഴിൽ അതിൻ്റെതായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അംഗൻവാടികളുള്ള ഹോസ്പിറ്റലുകളിലെ ഒരു ഇതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള രീതികളൊക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ നിയമ നടപടികളൊക്കെ അത് സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ അനുസരിച്ച് കൈകാര്യം ചെയ്യുക. Then daily functions of the hospital by the administrative staff concerned with the personnel, their accounts and technical staff of service. Okay, അപ്പൊ ഡെയിലി ഉള്ള പിന്നത്തെ ഫംഗ്ഷനുകളൊക്കെ അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. ഈ കേസ് സ്റ്റാഫുകളൊക്കെ കൈകാര്യം ചെയ്ത് അവരുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരാണ്. അതേപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള സർവീസുകൾ അത് വേണോ വേണ്ടയോ എന്നൊക്കെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം തരത്തിലുള്ള വ്യക്തികൾക്കാണ് ഡിസിഷൻ എടുക്കാനുള്ള അധികാരം. സോ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവർക്ക് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അത് ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അല്ലെ അത് പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് മുതൽ നിയമനിർമ്മാണം വയ്ക്കുന്നത് മുതൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള റോളും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് നിർവഹിക്കുന്നത്. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ അത് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് അല്ലെ വിവിധങ്ങളായ കാര്യങ്ങൾ അതനുസരിച്ച് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം. അതല്ലെങ്കിൽ അവരുടെ സ്റ്റാഫുകളൊക്കെ നിയമിക്കേണ്ടതുണ്ടെങ്കിൽ ആ സ്റ്റാഫുകളുടെ രീതിയിലുള്ള കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. കേസ് ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ളവരാണ് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. അറിയാം വലിയ വലിയ ഹോസ്പിറ്റലാകുമ്പോൾ ഓരോന്നും കൈകാര്യം ചെയ്തിട്ട് വേണമെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യാനായിട്ട് HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ പക്ഷെ HR ഡിപ്പാർട്ട്മെന്റിനോട് തീരുമാനങ്ങളെ അല്ലെ അതിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയോ അവർക്ക് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഫൈനലൈസേഷൻ നടത്തേണ്ട സോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ അവരെ അനുബന്ധിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ചലഞ്ചസ് ഫേസ് ബൈ അഡ്മിനിസ്ട്രേറ്റർ പലതരത്തിലുള്ള വെല്ലുവിളികൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ചെറിയൊരു ഭാഗത്തോടെ ഇടക്കേറി വന്നിരിക്കുന്നതാണ്. ഇത് നമ്മൾ മാനേജ്മെന്റ് തന്നെ അപ്പൊ ഇതില് വന്നിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ജസ്റ്റ് നോക്കി പോകാം. അതില് എന്താണ് പ്രോബ്ലംസ് ചേഞ്ചസ് ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ. എന്തെങ്കിലും ആവശ്യത്തിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകണം. പുതിയ പുതിയ രീതിയിലുള്ള അല്ലെ ലിമിറ്റേഷൻസും കാര്യങ്ങളും വരുമ്പോൾ അതിനോട് നമ്മൾ ചിരിക്കേണ്ടതൊക്കെ വരും അല്ലെ. കോമ്പീറ്റിംഗ് ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നമുക്കറിയാം അല്ലെ. പ്രൊഫഷണൽസ് തന്നെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് അല്ലെ. പലർക്കും പല കോമ്പറ്റീഷൻ പല സ്കിൽസും പല നോളജും ഒക്കെ ഉള്ള ഒരുപാട് പ്രൊഫഷണൽസ് അല്ലെ. ഒരേ രീതിയിലുള്ള ഒരുപാട് പ്രൊഫഷണൽസ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇടയിൽ അല്ലെ എല്ലാവർക്കും ഒരേപോലെ തൊഴിൽ കിട്ടാതെ എല്ലാവരും യോഗ്യരാണ് അല്ലെ. പ്രൊഫഷണലി എല്ലാവരും ഫിറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം നോളജിൽ നല്ല കഴിവുള്ളവരെയാണ് സ്കിൽ ഓറിയന്റഡ് ആയിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കോമ്പറ്റീറ്റീവ് ആണ് നമ്മൾ ഹോസ്പിറ്റലിലെ ഡോക്ടറിലേക്ക് നമ്മൾ നല്ല ഡോക്ടറിലേക്ക് കണ്ടെത്താനായിട്ട് വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സോ അത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. സ്പെഷ്യലൈസ്ഡ് ഫോർ ഗ്രോത്ത്. അപ്പൊ അതായത് നമ്മൾ എപ്പോഴും എല്ലാ മേഖലകളിലും വളർച്ച കൈവരിക്കണം. അവിടെ നല്ല സ്റ്റാഫിനെ നിയമിക്കണം, നല്ല ടെക്നിക്കുകൾ നല്ല ഹൈജീൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിരിക്കണം കൈകാര്യം നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായാലും പലതരത്തിലുള്ള ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും
അപ്പൊ പലതരത്തിലുള്ള ഗ്രോത്ത് അല്ലെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ഏത് രീതിയിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ അല്ലെ, നമുക്ക് ഭാവിയെ കുറിച്ചുകൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ നേരത്തെ കൂടി എല്ലാം തീരുമാനിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. വേണമെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മെഷീൻ കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ ചിലപ്പോൾ മാറും അല്ലെ. അപ്പൊ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഡെഫിനേഷൻ ഒക്കെ കണ്ടെത്തി അവിടെ നല്ല രീതിയിൽ ചെയ്ത് പോകുമ്പോഴായിരിക്കും അതിനേക്കാളും നല്ല അല്ലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ടെക്നിക്കുകളുമായിട്ട് വരും. അപ്പൊ അതും നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. സോ എന്താണ് വരുന്ന വെല്ലുവിളികൾക്ക് അനുസരിച്ചിട്ട് തന്നെ ടീച്ചർ ചെയ്യുന്ന കാര്യമാണ്. മാനേജിങ് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയർ അതായത് നമുക്കല്ല എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു കെയർ കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെ. അപ്പൊ ആരോഗ്യ സേവനങ്ങൾ നൽകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ആരോഗ്യപരമായിട്ടുള്ള രീതി തന്നെ അവലംബിക്കേണ്ടതുണ്ട്. അതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ഇംപ്രൂവ് പേഷ്യൻസ് കെയർ ത്രൂ ടെക്നോളജി. ഇപ്പൊ നമുക്കറിയാം അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം കഴിയുമ്പോൾ പഴയ രീതിയിലൊന്നല്ല ഹോസ്പിറ്റൽ കൈകാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെ. രണ്ടാമത്തെ സമയത്തിന്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ ആരെയും ഒരു പേഷ്യൻസിനെ ഡിലേയാക്കാതെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് തന്നെ നല്ല സേവനം അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ടെക്നോളജി ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയത് വരുന്നതനുസരിച്ചിട്ട് പുതിയ നടപടി സ്വീകരിച്ച് മുന്നേറേണ്ടതാണ്. അതിന്റെ പ്രധാനമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവിനെ ഫേസ് ചെയ്യാൻ തരത്തിലുള്ള ചലഞ്ചസ് വെല്ലുവിളികളാണ്. നമുക്കറിയാം നടപ്പത്തിരിക്കുന്നവർക്കാണ് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നടപ്പാക്കി കൊണ്ടുവരേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ പ്രശ്നങ്ങൾ അവര് ചലഞ്ചസ് ആയിട്ട് വരും. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അത് ജസ്റ്റ് ഇതിനിടയിൽ ഉപയോഗിക്കുന്നതാണ്. നമുക്കറിയാം വിവിധ ചാപ്റ്ററുകളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കുന്നത് അല്ലേ. രജിസ്ട്രേഷന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാനുള്ളത് എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വിഭാഗം ഭാഗം തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ തന്നെ നെക്സ്റ്റ് ഭാഗത്തേക്ക് വരുന്നത് അല്ലെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇവിടെ നമ്പർ കൊടുത്തു പോകേണ്ടതുണ്ടെങ്കിൽ കൊടുത്തു പോയേക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് കഴിയുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അടുത്തതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, ഓരോ പോയിന്റ്സുകൾ നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോകാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹോസ്റ്റൽ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് നല്ല ക്രമമായിട്ട് അത് കൈകാര്യം ചെയ്യും. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അതിന്റെ ചിട്ടയോട് കൂടിയിട്ട് ക്രമമായിട്ട് അത് കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റ് അല്ലെ. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് ഹോസ്റ്റൽ മാനേജ്മെന്റ്. ഫസ്റ്റ് നോക്കാം. The function of caring for staff in the organization is known as hostel management. അതായത് നമുക്കറിയാം ഒരു സാമ്പറാണെങ്കിൽ അവിടെ ആര് വേണം മോസ്റ്റ് ആയിട്ട് പലതരത്തിലുള്ള സെറ്റുകൾ ഉണ്ടായെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അവിടെ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവരെ കൈകാര്യം ചെയ്യുന്ന ഒരിതാണ് അല്ലെ. അതിനെ കൈകാര്യം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഹോസ്റ്റൽ മാനേജ്മെന്റ്. The function of caring for staff in the organization is known as the hostel management. ഓർഗനൈസേഷനിലുള്ള സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു റോളാണ് ഹോസ്റ്റൽ മാനേജ്മെന്റ്. The steps of personal management, human resource management, improvement administration. അപ്പൊ ആദ്യം തന്നെ നമ്മളിപ്പോ ഒരു സ്ഥാപനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതില് ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് വേണം അല്ലെ. എന്തോരം എത്രത്തോളം ആവശ്യമാണ് അതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടാവില്ല. ആ പ്ലാൻ കിട്ടിയ അതനുസരിച്ച് നമുക്ക് എന്താണ് അപേക്ഷകൾ കണ്ടെത്തും. റിക്രൂട്ട്മെന്റ് നടപടികൾ വഴി നമുക്ക് മതിയായ അപേക്ഷകൾ കണ്ടെത്തണം. അതിന്റെ സെലക്ഷൻ അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ വ്യക്തികളെ കണ്ടെത്തണം.
നമ്മൾ പഠിച്ച ഒരു ചാപ്റ്റർ ആണ് അല്ലേ? പഠിച്ചില്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചില്ലേ HR ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചാ? ആ ചാപ്റ്റർ ഉണ്ടായില്ലേ? അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട എലമെന്റ് ആണ് എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ മാനേജ്മെന്റില് തൊഴിലാളികൾ ഉണ്ടാകും, ആ തൊഴിലാളികളെ കുറിച്ച് പ്ലാൻ ചെയ്യണം, ആ തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപടികൾ എടുക്കണം, സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പൊ സ്റ്റെപ്സില് രണ്ടാമത് നമ്മൾ കണ്ടു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. This is an information decision making process designed to ensure that enough competent people and appropriate skills are available to perform jobs where and when needed. ഒരു ജോലിയുടെ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് അവിടെ ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാകും. അപ്പൊ ആ ആവശ്യമായിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ എന്താണ് അനുയോജ്യമായ രീതിയിൽ എന്താണ് അവിടെ എത്രത്തോളം വേണം അത്രത്തോളം പേരെ നമ്മൾ കണ്ടെത്തണം അല്ലെ? ദിസ് ഇസ് ആൻ ഇൻഫോർമേഷൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, തീരുമാനമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഡിസൈൻ ടു എൻഷുർ ദാറ്റ് എനഫ് കോമ്പിറ്റന്റ് പീപ്പിൾ ആൻഡ് ജോബ്സ് അല്ലെ? ജോലി ചെയ്യാൻ ഏത് ജോലിയാണോ ആ ജോലി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കില്ല് ഉള്ള പേഴ്സൺ അല്ലെ? അവിടെ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അനുയോജ്യമായ രീതിയിൽ എത്രത്തോളം വേണം. ഇപ്പൊ 4 എണ്ണം വേണമെങ്കിൽ ആ 4 പേരെ നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ? അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എത്രത്തോളം പേഴ്സൺസ് അവിടെ ആവശ്യമുണ്ടോ ആ പേഴ്സൺസിന് അനുയോജ്യമായിട്ടുള്ള, അതായത് അപ്രോപ്രിയേറ്റ് സ്കില്ലുള്ള പേഴ്സൺസിനെ അവിടെ അവൈലബിൾ ആക്കണം. അത് എപ്പോ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ ലഭ്യമാക്കണം അല്ലെ? ഏത് സമയത്താണെങ്കിലും അവിടെ ലഭ്യമാക്കേണ്ട ഒരു കുട്ടിയുണ്ട്. അതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആ പ്ലാനിങ് അനുസരിച്ചിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടപടികൾ എടുക്കുന്നത്. ഒരു പ്ലേസ്മെന്റില് ഒരു റിസപ്ഷനിസ്റ്റിന്റെ പ്ലേസ്മെന്റ് ഉണ്ടാവാം, എക്കോണമിക്സ് മേഖലയിലുള്ള പ്ലേസ്മെന്റ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത മേഖലകൾ ഉണ്ടാവാം. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ്, വലിയ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, നെഫ്രോളജി ഉണ്ടാവും, ലെഫ്രോളജി ഉണ്ടാവും, കാർഡിയോളജി ഉണ്ടാവും. ഓക്കെ, ഇവിടെ എല്ലാം തന്നെ നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം, സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാർ, ടെക്നീഷ്യന്മാരൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുയോജ്യമായ രീതിയിലുള്ള പേഴ്സൺസ് അവിടെ ആവശ്യമാണ്. സോ അത്തരത്തിലുള്ള എത്രത്തോളം പേഴ്സൺസ് അവിടെ വേണമെന്നുള്ളത് അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണമെന്നുള്ളത് പ്ലാൻ ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ചെയ്യണോ ചെയ്യണോ ഞാൻ മാത്രം പറഞ്ഞു പോകുന്നതാണോ? കടയ്ക്ക് ചോദിക്കാനോ? ചെയ്യണം ഏതാണ്? അപ്പൊ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് സ്റ്റെപ്പാണ്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്താണ്? അത് പറഞ്ഞതൊന്നുമല്ല. റിക്രൂട്ട്മെന്റ് എന്താണ്? സ്റ്റെപ്പുകൾ പറയുന്നുണ്ട് റിക്രൂട്ട്മെന്റിന്റെ. റിക്രൂട്ട്മെന്റ് എന്താണ്? മതിയായ അപേക്ഷകൾ കണ്ടെത്തും അല്ലെ? പേഴ്സൺസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യമായിട്ട് ചെയ്യുക? അനുയോജ്യമായിട്ടുള്ള വേക്കൻസികളിലേക്കുള്ള പേഴ്സൺസിനെ കണ്ടെത്താനാണ് അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുക അല്ലെ? അപ്പൊ അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് നടപടികൾ. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് നടപടികൾ നടക്കുന്നതിന് മുമ്പ് അവിടെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. അതായത് ജോബ് അനാലിസിസ്, ജോബ് അനാലിസിസ് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു അനലൈസേഷൻ ആണ്. ഏത് ജോലിയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തേണ്ടതുള്ളൂ. അപ്പൊ ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയിനെയാണ് കണ്ടെത്തുന്നത് അല്ലെ? അപ്പൊ അവിടെ ജോബ് അനാലിസിസിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഏത് ജോലിയാണോ ആ ജോലിക്ക് ചേർന്ന വിധത്തിലുള്ള ഒരു എംപ്ലോയി വേണം അല്ലെ? ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് വേണ്ട ഒരു എംപ്ലോയിക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് വേണം. ഒരു ഡോക്ടറുടേതായിട്ടുള്ള പ്രൊഫഷണൽ യോഗ്യത വേണം അല്ലെ? അതേസമയം നഴ്സിന്റേതായിട്ടുള്ള യോഗ്യതയാണെങ്കിൽ റിസപ്ഷനിസ്റ്റിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള യോഗ്യത വേണം അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ
ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള പേഴ്സൺ വേണം അല്ലെ. The job specification is a list of recommended qualities for a person to qualify for a succeed in a position. ഏത് പൊസിഷൻ ആണോ ആ പൊസിഷൻ വിജയകരമായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള പേഴ്സൺസിനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ. സമയം ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ, ജോബ് അനാലിസിസിന് പറയുന്ന മറ്റൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ക്വാളിറ്റിയുള്ള പേഴ്സണെ കണ്ടെത്തിയിട്ട് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ കൊടുക്കാന്ന് ചോദിക്കുന്നു. ആദ്യം തന്നെ തൊഴിൽ എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ജോലിയാണ് അല്ലെ, എന്ത് ടാസ്ക് ആണ് അവർ ചെയ്യുന്നത്, ഏത് സമയം വരെ അവർ ചെയ്യണം, ഇത് നോളജ് ഉള്ള വ്യക്തികൾ എന്തൊക്കെ അല്ലെ, ഏത് സമയത്ത് എത്ര സ്കില്ലുള്ള വ്യക്തികളായിരിക്കണം അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജോലി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇത് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ജോലിയിലെ വ്യക്തത ഏതൊക്കെ പറഞ്ഞതൊക്കെ ഹസാർഡ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് എത്ര സമയം ഇത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ എത്രയുള്ള ഒരു കോൺസെൻട്രേഷൻ വേണം, അല്ലെങ്കിൽ ഫിസിക്കലി എത്രത്തോളം മനസ്സമായിട്ടുള്ള പേഴ്സൺ ആണ് ചെയ്യാൻ പറ്റുന്നത്. ജോലിയുടെ വ്യക്തമായ ധാരണ അല്ലെ. ജോബ് ഡിസ്ക്രിപ്ഷൻ refers to a written information informative documentation that states the duties and tasks, the responsibility and qualifications for based on the finding of the job analysis. ഓക്കെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡ്യൂട്ടിക്ക് വരുന്നത്, എന്തൊക്കെ ടാസ്കുകളാണ് കൈകാര്യം ചെയ്യുന്നത്, ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയാണ് ഡിസ്ക്രിപ്ഷൻ. അതേസമയം ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അനുയോജ്യമായിട്ടുള്ള പേഴ്സണ് വേണ്ട സ്കില്ല് നോളജ് അല്ലെ, എത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻ. ഏത് പേഴ്സൺ ആണോ ആ പേഴ്സണ് വേണ്ട ക്വാളിഫിക്കേഷൻ നോളജിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ജോബ് സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്കറിയാം അനുയോജ്യമായിട്ടുള്ള വേക്കന്റ് പൊസിഷനിൽ അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ജോബ് അനാലിസിസ് കമ്പോണൻസ് എന്ന് ടോപ്പ് ഏരിയ ജോബ് സ്പെസിഫിക്കേഷൻ ആൻഡ് സെക്കൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇത് വായിച്ചു നോക്കാം. കുഞ്ഞു കുറച്ച് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടു എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ഫസ്റ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞു. പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്ന് കാര്യം നമ്മൾ കണ്ടു. ഫങ്ഷൻസ് ഓഫ് കാരിയർ സ്റ്റാഫിംഗ് ഓർഗനൈസേഷൻ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു അല്ലെ. അവിടെ സ്റ്റാഫുകൾ ഓർഗനൈസേഷനിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റിനെ വിശേഷിപ്പിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ പ്ലാനിങ് സെലക്ഷൻ എത്രത്തോളം പേഴ്സൺസിന് അവിടെ വേണ്ടി വരും എന്നുള്ളതാണ് പ്ലാനിങ്ങിൽ വരുന്നത്. എങ്കിലും റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത് മതിയായ അപേക്ഷകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പേഴ്സൺസിനെ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്? അതായത് ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള പേഴ്സൺസിന് അല്ലെ എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളതാണ്. റിക്രൂട്ട്മെന്റ് സ്ട്രക്ചർ നമ്മൾ ജോബ് അനാലിസിസിൽ ടു കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ജോബ് സ്പെസിഫിക്കേഷനും മറ്റൊന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷനിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജോബ് സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അവരുടെ സ്കില്ല് ക്വാളിറ്റീസ്, അവരുടെ പേഴ്സൺസിന്റെ സ്കിൽ ആൻഡ് ക്വാളിറ്റീസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം. വായിച്ചു നോക്കുക.
ആണോ? ക്ലിയർ ആണോ? എവിടെയെങ്കിലും കിട്ടാത്തതാണോ? നോക്കിയോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. സെലക്ഷൻ. സെലക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. Selection is a process of identifying and hiring the applicants for the filling the vacancies in the organization. അതായത് നമുക്കറിയാം എന്താണ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് ആപ്ലിക്കേഷൻസ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ആ വേക്കൻസികൾ അതനുസരിച്ചിട്ടുള്ള വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടെത്തി സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അല്ലെ, ഒരുപാട് ആപ്ലിക്കേഷൻസ് ലഭ്യമായിരിക്കും. കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ഏത് ജോലിയാണ് ആ ജോലിക്ക് ഏറ്റവും മനസ്സിലായിട്ടുള്ള മനസ്സിലായിട്ടാണ് അത് കണ്ടെത്തിയിട്ട് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. Selection is a process of identifying and hiring the applicants for the filling the vacancies in that organization. Okay, selection എന്താണെന്ന് കിട്ടിയോ? ചെയ്യേണ്ടതാണ്. Selection. അടുത്തതായിട്ട് പറയുന്നത് സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടു. അതായത് ഹയറിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ ഫില്ലിംഗ് ദ വേക്കൻസീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഈ സെലക്ഷൻ നടപടിയിൽ എടുക്കുന്നത് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കൂടിയിട്ടാണ് സെലക്ഷൻ നടപടിയിൽ എടുക്കുന്നത്. സോ പലതരത്തിലുള്ള സ്റ്റെപ്സ് പറയുന്നുണ്ട്. അതിന്റെ ബേസിക് നോക്കാം. ബിഫോർ ദ ആക്ച്വൽ റിക്രൂട്ടിംഗ് പ്രോസസ്, it is essential to perform a job analysis to understand precisely what the organization need and where it needs it. Okay, നമുക്കറിയാം ഒരു സെലക്ഷൻ നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ജോബ് അനാലിസിസ് ആണ്. ജോലിയെ വിലയിരുത്തണം. നമ്മൾ നേരത്തെ കേട്ട സ്പെസിഫിക്കേഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തണം. അതായത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ജോലിയാണ്. അല്ലെ, ആ ജോലി ഏതാണെന്നല്ലേ സാധാരണ പറയുന്നത്. It is essential to perform a job analysis to understand precisely what are the organization needs. എന്താണ് ഓർഗനൈസേഷന്റെ ആവശ്യം, വേറെ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് ജോലിയാണ് അല്ലെ, ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് പേഴ്സണെയാണ് കണ്ടെത്തുന്നത്. സോ അനുയോജ്യമായിട്ടുള്ള പേഴ്സണായിട്ട് സ്കില്ലായിട്ടുള്ള പേഴ്സൺ. ജോബ് അനാലിസിസ് will provide a clear position of which will help to attract the right talent. ജോബ് അനാലിസിസ് നടത്തുമ്പോൾ അതായത് വിഷയങ്ങൾ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ക്ലിയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഓവർവ്യൂ which will help to attract the right talent. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേഴ്സൺസിനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. Once the job posting process is done, you will begin receiving applications from many candidates. Okay, അതായത് ഒരു പ്രാവശ്യം പ്രോസസ്സിംഗ് ഈ പറഞ്ഞ ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഏത് തരം ജോലിയാണോ നമുക്ക് കൃത്യമായിട്ട് നിർവഹിച്ച് കഴിഞ്ഞാൽ എന്താണ് പിന്നെ ആപ്ലിക്കേഷൻസ് കണ്ടെത്താനായിട്ട് അല്ലെ അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്താൻ ആപ്ലിക്കേഷൻ സ്വീകരിക്കും. സെലക്ഷൻ പ്രോസസ് ബിഗിൻ. അതിനുശേഷമാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ് ബിഗിൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ജോബ് അനാലിസിസ് നടത്തണം. ഏത് തരത്തിലുള്ള ജോലിയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ജോലികളുണ്ട്. അപ്പൊ അത് ഏത് തരത്തിലുള്ള വേക്കൻസികൾ, അതൊക്കെ വേക്കൻസികൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ടെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ എന്തുമായി ബന്ധപ്പെട്ട വേക്കൻസികളാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തണം. അത് ഏത് തരത്തിലുള്ള
ജോലി അതിന് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ എന്താണെന്നത് കൃത്യമായിട്ട് കണ്ടെത്തും. സോ അതിനനുസരിച്ചിട്ട് മാത്രമാണ് തൊഴിലാളികൾ സെലക്ട് ചെയ്യാനായിട്ട് അവിടെ പറ്റുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ you will be picking the applications from many candidates and this is where the selection process begins. അവിടെ താഴെ പറയുന്നത് സ്റ്റെപ്സ് ആണ് പറയാനുള്ളത്. എന്തായാലും ജസ്റ്റ് എന്തെങ്കിലും നോക്കാം. പറഞ്ഞു തുടങ്ങി അല്ലേ? കുഴപ്പമില്ലല്ലോ. കൂടുതലായോ എടുത്തത്? ചില ശബ്ദങ്ങൾക്ക് ഇങ്ങനെ ഫോൺ ചെയ്യാൻ പറ്റും. സെവൻത് മോഡുകളൊക്കെ ആകുമ്പോഴേക്കും ടഫാണ്. എനിക്ക് തോന്നുന്നു അത്രയും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് പോകാൻ പറ്റുന്നതാണ്. ഇതോട്ടെ ഭാഗത്തോട്ടെ initial screening application. Okay. During the initial screening, അപ്പോൾ 6 സ്റ്റെപ്സുകളാണ് വരുന്നത്. അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാ. അല്ലെങ്കിൽ എന്തായി കൺഫ്യൂഷൻ ആവും. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ടെസ്റ്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ ഇന്റർവ്യൂ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് വെരിഫിക്കേഷൻസ് ആൻഡ് റെഫറൻസ്. ഫിഫ്ത് വൺ ഫിസിക്കൽ എക്സാമിനേഷൻ. ഫൈനൽ സ്റ്റെപ്സ്, ഫൈനൽ ഡിസിഷൻ. അവിടെ വരെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. Okay, initial screening applications നമുക്ക് നോക്കാം. Initial screening and applicant complete an applications form and submit a resume and cover letter. Okay, initial initial screening അവരുടെ application form എന്താണ് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തതിനു ശേഷം അല്ലെ അവിടെ റെസ്യൂം കവർ ലെറ്റർ അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നത്. Then human resource will then review this information and conduct a brief screening interview of 30 days or less over the അനുഭവം. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തും. ഒരു 30 മിനിറ്റിന്റെയൊക്കെ ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ ടൈമിലൊക്കെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭ്യമാക്കി. ഇനീഷ്യൽ സ്ക്രീനിങ് കംപ്ലീറ്റ് ആണ് അല്ലെ? അവിടെ ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ് ആണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ആപ്ലിക്കേഷൻസ് പ്രദർശിപ്പിക്കുക അല്ലെ? അപ്പൊ അവിടെ തീർച്ചയായിട്ടും എന്താണ് ഈ ഫോം എന്താണ് ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കവർ ചെയ്യുന്നു അല്ലെ? അവിടെ റെസ്യൂമൊക്കെ ഫില്ലപ്പ് ചെയ്യുന്നു. അവരോടൊപ്പം തന്നെ ഈ കവർ ചെയ്ത് നമുക്ക് ഫില്ലപ്പ് ചെയ്ത് ഇങ്ങനെ തരുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ രീതിയിൽ ഒരു 30 മിനിറ്റ്സിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ പോലെയുള്ള സംഭവങ്ങൾ അവിടെ നടപ്പാക്കുന്നു അല്ലെ? അപ്പൊ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് ജസ്റ്റ് ഫസ്റ്റ്ലി കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസിൽ വരുന്നത്. ഓക്കെയല്ലേ? ടൈമിലൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. എന്താണ് അവിടെ ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനീഷ്യൽ സ്ക്രീനിങ് ആൻഡ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഫോം ആൻഡ് സബ്മിറ്റ് എ റെസ്യൂം ആൻഡ് കവർ ലെറ്റർ. കേട്ടോ? കേട്ടോ? ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ employment test. Okay, following an initial screening and the applicant may be asked to take one or more tests to assess his or her knowledge, the skills, personality, cognitive ability, and communications. The next class will be about cognitive like a area of the students like that. So, നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാം. ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ് വരെ നോക്കാം. ഓക്കെ, ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ ഡോക്ടറുകളുണ്ടോ? ആക്കിയിട്ടുണ്ട്. നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തായിരുന്നോ?
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്നുകൂടെ പറയണം. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ധാരണയാണ് നമ്മൾ പറയുന്നത്. അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ refers to a written informative documentation that states, അതായത് ഒരു written ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട്, അതായത് നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ പ്രോസസ് ഉണ്ട്. ചില സ്ഥാപനങ്ങളിൽ അങ്ങനെ written ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ്, ചിലതിൽ അവരെ അവരുടെ തന്നെ അത് ഒന്നിച്ച് മനസ്സിലാക്കി പോകുന്ന ഒരു കാര്യമായിരിക്കാം. എനിവേ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ജോലിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ജോബ് ഡിസ്ക്രിപ്ഷൻ refers to a written informative documentation that states that duties, tasks, responsibilities and qualifications of a job based on the finding of a job analysis. അതായത് ഒരു ജോലിയുമായിട്ട് അതിന്റെ വിശകലനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ജോലി ഒരു ഡോക്ടറുടെ ജോലിയാണ് അല്ലെ. ആ ഡോക്ടറിന് എന്താണ് ഡ്യൂട്ടി ഫസ്റ്റ് നമുക്കറിയാം. ആ പേഷ്യന്റിനെ നമ്മൾ ചെയ്യുന്നത് അല്ലെ, ചെയ്തല്ല അവരെ നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു തിരുത്തണം അല്ലെ. തീർച്ചയായിട്ടും അവർ ഫസ്റ്റ് തന്നെ അവരെ ബസ്സിൽ ചേർന്ന് തന്നെ തിരുത്തേണ്ടതാണ്. ദെൻ അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. സോ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമുക്കറിയാം അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടിയായിട്ട് അവർക്കുണ്ട്. അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് രോഗിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. രോഗി പരിചരണമാണ് അവരുടെ ടാസ്ക്. എന്താണ് രോഗം, അതിനെ ഡയഗ്നോസിസ് ചെയ്യുക അല്ലെ, രോഗനിർണയം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. സോ അവരെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. പേഷ്യന്റിനെ അറിയാതെ രീതിയിൽ അവരെ ചേർന്നിരിക്കാനുണ്ട്, ഡയഗ്നോസ്റ്റിക് ആയിട്ട് അവരുടെ രോഗനിർണയം നടത്തേണ്ടതുണ്ട്. അപ്പൊ അവരുടെ ടാസ്ക്, അവരുടെ ഡ്യൂട്ടി, അവരുടെ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും നമുക്കറിയാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ അല്ലെ ചില കാര്യങ്ങളൊക്കെ അവരുടെ ഡിസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു കുട്ടിയാണ് അവർ കൈകാര്യം ചെയ്തത്. അപ്പൊ ചിലയിടത്തൊക്കെ അവർ സൈൻ ചെയ്യേണ്ടതുണ്ട്. ചില ഇൻഫോർമേഷൻസ് ഒക്കെ വരുമ്പോൾ അവർ ഡോക്യുമെന്റ് അതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. സോ അവരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തബോധമായിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണോ അവിടേക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി നോക്കണമെന്നൊക്കെ ഞാനിവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഡോക്ടറുടെ വർക്കിലാണ്. കേസ് അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് പ്രധാനമായിട്ട് ജോബ് സ്പെസിഫിക്കേഷനിലാണ് പറയുന്നത്. പക്ഷെ മോസ്റ്റ്ലി ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് അവിടെ സൂചിപ്പിക്കുന്നത്. ജോലി എന്താണോ അത് ഏത് ജോലിയാണ്. ഇപ്പൊ ഡോക്ടറിന്റെ ജോലി പറഞ്ഞ കേസ് ഒരു ക്ലർക്കിന്റെ ജോലിയാണെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, റിപ്പോർട്ട് ആർക്കെങ്കിലും സമർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ആരൊക്കെയാണ് സമർപ്പിക്കേണ്ടത്, അവർക്ക് ഫസ്റ്റ് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് ആ ജോലി എന്താണ് അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെയാണോ? ക്ലിയറോ? ക്ലിയറായോ? അതേസമയം ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ആ ജോലി നമ്മൾ ഉദ്ദേശിച്ച ജോബ് ഡിസ്ക്രിപ്ഷൻ അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട സ്കില്ല്, നോളജ്. അപ്പൊ ആ പേഴ്സൺ നമുക്കറിയാം ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പേഴ്സൺ തിരഞ്ഞെടുക്കുമ്പോൾ ആ പേഴ്സണിന്റെ ക്വാളിഫിക്കേഷൻ, അക്കൗണ്ടിംഗ് ക്വാളിഫിക്കേഷൻ വേണം, സ്കില്ല് വേണം അല്ലെ. അവര് റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ഇന്ത്യൻ ഒരു ആണെങ്കിൽ ഒരു സിമ്പതിയൊക്കെ വേണം അല്ലെ. അവർക്ക് വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള നോളജ് വേണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് അല്ലെ ക്വാളിഫിക്കേഷൻസ്, അതാണ് ആ ജോലിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് മെയിൻലി ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. അതേസമയം ജോബ് ഡിസ്ക്രിപ്ഷനിൽ ജോലി എന്താണോ ആ ജോലി ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ്, ടാസ്കുകൾ, ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ജോബ് അനാലിസിസിലുള്ള രണ്ട് കമ്പോണൻസ് ആണ്, ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ. അപ്പോ ഇനി വേറെ എന്തെങ്കിലും ഡോക്ടർ? എന്തെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you. Thank you, ma'am.
Thank you, ma'am.